ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ്ക്ട്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് ID കാർഡ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതും നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഹെൽത്ത് ID കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആധാർ കാർഡ് പോലെയുള്ള മറ്റൊരു കാർഡാണ് ഈ ഒരു ഹെൽത്ത് ID കാർഡ്. ആധാർ കാർഡ് നമുക്കറിയാം, നമ്മളെ പേര് അഡ്രസ്സൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള നമ്മളൊരു ഐഡൻറ്റിറ്റി കാർഡാണ് ആധാർ കാർഡ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹെൽത്ത് ID കാർഡ് നമ്മളെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യപ്പെടുന്ന ഒരു കാർഡാണ് ഈ ഹെൽത്ത് ID കാർഡ്. അപ്പോൾ ഈ ഹെൽത്ത് ID കാർഡ് കേന്ദ്ര സർക്കാർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നു വന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ കാർഡ് ഇപ്പോൾ നമുക്ക് നിർബന്ധമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ വരും സമയങ്ങളിൽ ഈ കാർഡ് നിർബന്ധമായിട്ടും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ആധാർ കാർഡ് പോലെ തന്നെ ആധാർ കാർഡ് നമുക്കറിയാം തുടക്ക സമയങ്ങളിൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തിനും ഏതിനും ആധാർ കാർഡ് വേണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹെൽത്ത് ID കാർഡ്, അപ്പോൾ നമ്മളെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എന്തൊരു ആവശ്യത്തിനും ഈ ഒരു ഹെൽത്ത് കാർഡ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി നമ്മളെ ബ്ലഡ് പരിശോധിക്കണമെങ്കിൽ, അതുപോലെ ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യത്തിന്, അതുപോലെ ക്ലെയിംസ് കാര്യത്തിനൊക്കെ നമ്മളെ കയ്യിൽ ഈ ഒരു കാർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ വരും സമയങ്ങളിൽ എല്ലാവരും എടുത്തു വെക്കേണ്ട ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു ഹെൽത്ത് ID കാർഡ്. ഈവൻ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു മെഡിസിൻ വാങ്ങണമെങ്കിൽ പോലും ഈ ഒരു ഹെൽത്ത് കാർഡ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയി വരാൻ പോകുന്ന ഒരു കാർഡാണ് ഈ ഒരു ഹെൽത്ത് കാർഡ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട, നമുക്ക് എങ്ങനെ ഈ ഒരു ഹെൽത്ത് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ആ ഒരു സെർച്ച് ബാറിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ടൈപ്പ് ചെയ്യുക healthid.ndhm.gov.in എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരുന്നതാവും. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹെൽത്ത് കാർഡിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽത്ത് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ് പേജിൽ ഏറ്റവും മുകളിൽ നിന്ന് ലേശം ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ABHA നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ രണ്ട് ഓപ്ഷൻ ചെയ്യിക്കും, യൂസിങ് ആധാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു ABHA നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ഹെൽത്ത് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പിന്നീട് ഇപ്പോൾ നിങ്ങൾ ലൈസൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസിങ് ആധാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്, ഈ ഒരു ഫസ്റ്റ് ഓപ്ഷന്. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ നമ്മളോട് ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ എഗ്രി എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ആ ഒരു ബോക്സിലോട്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു OTP വരുന്നതാവും. ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ OTP ലഭിക്കുന്നത് നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലോട്ടാവും ആ ഒരു OTP വരിക. അപ്പോൾ ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം താഴെ വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. നിങ്ങൾ ആധാറിലുള്ള ഫോട്ടോ, അതുപോലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് ഒക്കെ ആ ഒരു ആധാറിലുള്ള അതുപോലെ തന്നെ ഇതിൽ വരുന്നതാവും. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിൽ നിങ്ങളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം ഞാനിവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലോട്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ നിങ്ങളെ ഇമെയിൽ ID വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജ് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇമെയിൽ ID ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID കൊടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഇമെയിൽ ID നിങ്ങൾക്ക് പിന്നീട് വെരിഫൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ഫോർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇമെയിൽ ID വെരിഫിക്കേഷൻ പിന്നീട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ IDയുമായിട്ട് ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗെറ്റ് OTP എന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ഇമെയിൽ IDയിലോട്ട് നമുക്കൊരു കോഡ് വരുന്നതാവും. അപ്പോൾ ആ ഒരു കോഡ് ഇതുപോലെ ആവും വരിക. അപ്പോൾ ഈ ഒരു കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള OTP ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. അതിനുശേഷം തിരിച്ച് ബാക്കിലോട്ട് വന്ന് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ കാണാൻ പറ്റും ABHA നമ്പർ ഹാസ് നൗ ബീൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ആധാർ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ താഴെ കാണാൻ പറ്റും ലിങ്ക് ABHA അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട്. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം ഇതുപോലൊരു പേജ് വരും. അപ്പോൾ ഈ പേജിൽ എന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഡാറ്റ ഷെയറിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ മുമ്പ് ഈ ഒരു ABHA അഡ്രസ്സ് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ABHA നമ്പർ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ യെസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഈ ഒരു ABHA അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ നോ കൊടുക്കുകയാണ്. അപ്പോൾ നോ കൊടുത്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈൻ അപ്പ് ഫോർ ABHA അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. ഇതിലൂടെ കാണാൻ പറ്റും യുവർ പ്രൊഫൈൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേര്, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളെ ആധാറിലുള്ള അതേ സെയിം ഡീറ്റെയിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ABHA അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു @ കൂടിയിട്ട് നിങ്ങളെ ABHA അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോളം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിലുള്ള മറ്റെന്തെങ്കിലും പേരോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവർ തന്നെ സജസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ പേരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അഡ്രസ്സ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് സജസ്റ്റ് ആയി വന്നിട്ടുള്ളത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു അഡ്രസ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഇപ്പോൾ ഞാൻ ഷെരീഫ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഷെരീഫ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു അഡ്രസ്സ് ഓൾറെഡി മറ്റൊരാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അതിന് കൂടാം. അപ്പോൾ ഞാൻ ഇവിടെ Shareefktr എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ആരും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു അഡ്രസ്സ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ABHA അഡ്രസ്സ് വരുന്നത് Shareefktr@abdm എന്ന് പറഞ്ഞിട്ടാവും വരിക. അപ്പോൾ ഞാനിപ്പോൾ അതിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ക്രിയേറ്റ് ആൻഡ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ABHA നമ്പറും അതുപോലെ ABHA അഡ്രസ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ഗോ ബാക്ക് ടു യുവർ ABHA നമ്പർ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു ലോഗിൻ പേജ് വരും. ഇതിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ലോഗിൻ ചെയ്യാം. ഒന്ന് ABHA നമ്പർ ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നതാണ് ഒന്നുകൂടി ഈസി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മൊബൈൽ നമ്പർ ഇവിടെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളം കാണാം. അവിടെ നിങ്ങളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഒരു ബോക്സിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിലോട്ട് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ആ ഒരു OTP അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം താഴെ വീണ്ടും ആ ഒരു കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു പേജ് വരും. ഇതിലൂടെ കാണാൻ പറ്റും നമ്മളെ ABHA നമ്പറും അതുപോലെ ABHA അഡ്രസ്സും ഇവിടെ കാണാൻ പറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ABHA നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു ABHA അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ കാണാൻ പറ്റും യുവർ ABHA നമ്പർ കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. നമ്മൾ ആ ഒരു ABHA കാർഡ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ABHA നമ്പർ കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഹെൽത്ത് ID കാർഡ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇനി നമുക്ക് ലാമിനേഷനൊക്കെ ചെയ്ത് നമുക്കൊരു ATM കാർഡ് രൂപത്തിലാക്കി ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിലും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ യൂസേജ് വരുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു QR കോഡ് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ABHA അഡ്രസ്സ് ഉണ്ടെങ്കിലും മതി, അത് ഓർമ്മ ഉണ്ടെങ്കിലും മതി. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ അറിവ് നിങ്ങൾ മാക്സിമം നിങ്ങളെ മറ്റ് കൂട്ടുകാരിലോട്ടും അതുപോലെ മറ്റ് ഫാമിലി മെമ്പേഴ്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.